ഇന്ത്യ സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുക എന്നത് ഒരു കൂട്ടം മാധ്യമപ്രവർത്തകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിയാണ്. അതുമാത്രമാണ് അവരുടെ ജോലി. സർക്കാരിനെതിരെ വാർത്ത കൊടുക്കുക, വ്യാജ വാർത്ത കൊടുക്കുക. അങ്ങനെ കൊടുത്ത ഒരു പ്രധാനപ്പെട്ട വ്യാജ വാർത്ത കഴിഞ്ഞ വർഷം ഇന്ത്യൻ പാർലമെൻറ്റിനെ സ്തംഭിപ്പിച്ചു. പാർലമെൻറ്റ് ഇളകി മറിഞ്ഞു. രാഹുൽ ഗാന്ധി പാർലമെൻറ്റ് നടത്താൻ സംഭവിച്ചില്ല. എന്താണെന്നറിയോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊന്നായ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ LIC 32,000 കോടി രൂപ അദാനിക്ക് കൊടുക്കാൻ പോകുന്നു. സർക്കാർ അദാനിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഗുജറാത്തികളായ നരേന്ദ്രമോദിയും അമിത്ഷായും ഗുജറാത്തിയായ അദാനിക്ക് ഭാരതത്തെ എഴുതി കൊടുക്കുന്നു എന്നായിരുന്നു പ്രചാരണം. അതിൻ്റെ പേരിൽ പാർലമെൻറ്റ് സ്തംഭിച്ചു. നമ്മുടെ മാധ്യമങ്ങളിൽ വലിയ വാർത്തകൾ, അന്തിച്ചർച്ചകൾ. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടായത്. അദാനി എന്ന് പറഞ്ഞാൽ ഇവർക്ക് പലർക്കും ചതുർത്ഥിയാണ്. പക്ഷേ പിണറായി വിജയന് അദാനി കൊള്ളാം, ഉമ്മൻചാണ്ടിക്ക് കൊള്ളാമായിരുന്നു, പിണറായിക്ക് കൊള്ളാം, അദാനിയുടെ കൂടെ ഇരുന്ന് അദാനി പോർട്ട് ഉദ്ഘാടനം ചെയ്യും. ഇപ്പോൾ സതീശനും കൊള്ളാം. അദാനിയെ എല്ലാവർക്കും വേണം. എന്നാൽ അദാനി എന്ന് പറഞ്ഞ് ബഹളം വെക്കും. പക്ഷേ നോക്കൂ, ഇത് ഇന്ത്യ രാജ്യത്തെ തകർക്കാൻ വേണ്ടി വ്യാജമായൊരു വാർത്ത ഉണ്ടാക്കുന്നു. അദാനി എന്ന പേര് കേട്ടാൽ ഇവിടെ പലർക്കും വലിയ കലിപ്പാണ്. എന്താണ് അദാനി എന്താ ചെയ്യുന്നത്? അദാനി ലോകത്തെ പല രാജ്യങ്ങളിൽ പോയി ബിസിനസ് നടത്തുന്നു. രാജ്യത്തിൻ്റെ താല്പര്യങ്ങളും സംരക്ഷിക്കുന്നുണ്ട്, രാജ്യത്തിന് പണവും വരുന്നുണ്ട്. പക്ഷെ അദാനി വേണ്ട. അംബാനി ഇത് രണ്ടും ഞങ്ങൾക്ക് പറ്റൂല എന്ന നിലപാടാണ്. അതിനുവേണ്ടി നിരന്തരമായി നിറം പിടിപ്പിച്ച വാർത്തകൾ ഉണ്ടാക്കുന്നു. ഈ വാർത്തയുടെ വിശേഷത എന്താണെന്നറിയോ? കേന്ദ്ര ധനമന്ത്രാലയം, ഫിനാൻഷ്യൽ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റ്, നീതി ആയോഗ് ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് LICയുടെ പക്കൽ നിന്നും 32,000 കോടി രൂപ എടുത്ത് അദാനിക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്ത ഉണ്ടാക്കി. ആ വാർത്ത ആദ്യം വരുന്നത് ദ വാഷിങ്ടൺ പോസ്റ്റ് എന്ന് പറയുന്ന വിദേശ പത്രത്തിലാണ്. അമേരിക്കയിലെ പത്രത്തിൽ വാർത്ത വരുന്നു. അമേരിക്കയിലെ പത്രത്തിൽ വാർത്ത വന്നാൽ ഉടനെ ഇവിടുത്തെ പത്രങ്ങൾ ഏറ്റെടുക്കും. ഉടനെ രാഹുൽ ഗാന്ധി ഏറ്റെടുക്കും. പാർലമെൻറ്റിൽ ബഹളമായി. ഇവിടെ ഭയങ്കര ചർച്ചയാണ്. എന്നാൽ ഇത് സംബന്ധിച്ച് LICക്ക് എന്ത് പറയാനുണ്ട്, കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് എന്ത് പറയാനുണ്ട്, സർക്കാരിന് എന്ത് പറയാനുണ്ട് എന്നത് പ്രസക്തമേ അല്ല. അവർ പറയുന്നൊന്നും കേൾക്കില്ല. അതും വാഷിങ്ടൺ പോസ്റ്റിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റൂ. പക്ഷേ LIC അസന്നിഗ്ധമായി പറഞ്ഞു, ഇങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ അജണ്ടയിൽ ആലോചിച്ചിട്ട് പോലുമില്ല. അപ്പോൾ എങ്ങനെയാണ് വാർത്ത വന്നത്? വ്യാജമായി ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ ഈ വ്യാജ വാർത്ത ഉണ്ടാക്കിയ ആളുടെ പേര് രവി നായർ എന്നാണ്. മലയാളിയാണ്, പാലക്കാടുകാരൻ. കേന്ദ്ര സർക്കാരിനെ തകർക്കാനുള്ള ടൂൾ കിറ്റ് കയ്യിലിട്ട് ഇങ്ങനെ ചുഴറ്റിക്കൊണ്ട് നടക്കുന്ന ഒരു മാധ്യമ പുങ്കവൻ. ഈ പുമാൻ ഉണ്ടാക്കിയ വാർത്തയാണ് 32,000 കോടി അദാനിക്ക് കൊടുക്കാൻ LIC തീരുമാനിച്ചു എന്നുള്ളത്. എന്നിട്ടോ വാർത്തയുണ്ടാക്കി, വാർത്ത കളവാണെന്ന് തെളിഞ്ഞു. ഈ വാർത്ത തെറ്റാണെന്നുള്ള വാർത്ത നമ്മുടെ ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്തില്ല. നമ്മുടെ രാഹുൽ ഗാന്ധി പിന്നെ പാർലമെൻറ്റ് മിണ്ടിയിട്ടില്ല. പക്ഷേ അന്ന് ഞാൻ ഈ പാർലമെൻറ്റ് തടസ്സപ്പെടുത്തിയത് മുഴുവൻ ഒരു തെറ്റായ വാർത്തയുടെ പേരിലാണ്. ഇങ്ങനെ വ്യാജ വാർത്തയുണ്ടാക്കി നമ്മുടെ പാർലമെൻറ്റ് പ്രവർത്തനം തടസ്സപ്പെടുത്താൻ കാരണമായ ഈ മാധ്യമ പ്രവർത്തകരെ ശിക്ഷിക്കണം എന്നാണ് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പ്രതിപക്ഷ നേതാവ് പറയേണ്ടത്. എന്നെയും തെറ്റിദ്ധരിപ്പിച്ചു. ഞാൻ അതിൻ്റെ പേരിൽ ഒരു മിനിറ്റിന് 2.5 ലക്ഷം രൂപയാണ് പാർലമെൻറ്റ് പ്രവർത്തിക്കാനുള്ള ചെലവ്. അപ്പോൾ രാജ്യത്തിൻ്റെ സമ്പത്ത് അത്രയും ചോർന്നുപോയി, നഷ്ടപ്പെട്ടു. ഇവൻ ഒറ്റ ഒരുത്തങ്കാർ, ഇവനെ പിടിച്ചകത്തിടണം എന്ന് പറയേണ്ട ആളല്ലേ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ്? ഇല്ല. പ്രതിപക്ഷ നേതാവിന് ആര് വഴി കൂടെ പോകുന്ന ഏമ്പക്കോ ഏറ്റുപിടിക്കും. എന്നിട്ട് ഇയാളത് 10 മടങ്ങ് ശബ്ദത്തിൽ പാർലമെൻറ്റിൽ കേൾപ്പിക്കും. അതിൻ്റെ കാര്യകാരണ വസ്തുതകൾ അന്വേഷിക്കില്ല. പക്ഷേ ഇത് രാഹുൽ ഗാന്ധിയും കൂടെ ചേർന്നുള്ള ഒരു പണിയാണെങ്കിലോ? അവിടെയാണ് പ്രശ്നം. നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി എന്തു ക്രൂരകൃത്യവും ചെയ്യാൻ തയ്യാറുള്ള ഒരാളാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്. ചൈനയെ കൂട്ടുപിടിക്കും, അല്ലെ പാകിസ്ഥാനെ കൂട്ടുപിടിക്കും. എങ്ങനെയും ഇന്ത്യ നശിപ്പിക്കണം. കാരണം എനിക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിയാത്ത ഈ രാജ്യം ഇനി വേണ്ട എന്ന് പറയുന്ന തരത്തിലാണ് ഇയാൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അയാളെ പപ്പു എന്നൊക്കെ വിളിക്കുന്നതിനോട് എനിക്ക് കടുത്ത അമർഷമാണ്. കാരണം പപ്പു ഒന്നുമല്ല, ശകുനി എന്ന് വിളിച്ചാൽ പോലും പോരാത്ത ദേഷ്യം ഭാരതത്തോട് വെച്ച് പുലർത്തുന്ന, തനിക്ക് പാരമ്പര്യമായി അവകാശപ്പെട്ട പ്രധാനമന്ത്രി കസേര കിട്ടാത്തതിൽ കലിമൂത്ത് ഭ്രാന്തായിപ്പോയ ഒരാളുടെ വിഭ്രാന്തികളും വിക്രികളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് താളം പിടിക്കാനും ഏലാ പറയാനും ഇവിടെ കുറേ മാധ്യമ പ്രവർത്തകരുണ്ട്. അക്കൂട്ടത്തിൽ പ്രമുഖനാണ് രവി നായർ, പാലക്കാടുകാരൻ. ഡൽഹിയിലും പാലക്കാടുമായിട്ടാണ് ഇയാൾ താമസിക്കുന്നത്. ഡൽഹിയിലെ അയാളുടെ ഓഫീസിൽ ഇന്നലെ ഗുജറാത്ത് പോലീസ് കയറി. ഡൽഹി മാത്രമല്ല, പാലക്കാട്ടെ വീട്ടിലും വന്നു ഗുജറാത്ത് പോലീസ് വീട്ടിൽ വന്നു. വീട്ടിൽ നിന്ന് 2 മൊബൈൽ ഫോണുകൾ,
പെൻഡ്രൈവുകൾ, ലാപ്ടോപ്പൊക്കെ എടുത്തുകൊണ്ട് പോയി. ഡൽഹിയിലെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് അവിടെ ഒരു മാധ്യമ പ്രവർത്തക കൂടെ ഉണ്ടായിരുന്നു, സച്ചി ഹെഗ്ഡെ. സച്ചി ഹെഗ്ഡെ അവിടെ നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് പോലീസ് പറഞ്ഞു, ഗുജറാത്ത് പോലീസ് പറഞ്ഞു, സച്ചിയുടെ കയ്യിലിരിക്കുന്ന ലാപ്ടോപ്പ് ഇങ്ങോട്ട് മൊബൈൽ ഇങ്ങോട്ട് എന്ന് അവിടെ കിട്ടുന്ന സകല സാധനങ്ങളും എടുത്തുകൊണ്ട് പോയി. സച്ചി ഹെഗ്ഡെ അത്ര നിഷ്കളങ്ക വ്യക്തിത്വമൊന്നുമല്ല. ഈ രവി നായരുടെ വലം കൈയോ ഇടം കൈയോ ഒക്കെയാണ്. ഈ അദാനിക്കെതിരെ നിരന്തരം വാർത്തകൾ ഇങ്ങനെ ഉണ്ടാക്കി വിടുന്ന ആ സിൻഡിക്കേറ്റിലെ ഒരംഗം രവി നായരുടെ ശിങ്കിടി. ഇവർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരോടും ചേർന്നിട്ടാണ് ഒരുപാട് വ്യാജ വാർത്തകൾ LICയുടെ 32,000 കോടി എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ പടച്ചു വിട്ടത്. ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഗുജറാത്തിലെ അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോണിലെ ഒരു ഉദ്യോഗസ്ഥൻ കേസ് കൊടുത്തു. ഞങ്ങളുടെ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ വ്യാജ വാർത്തകൾ രവി നായർ പുറപ്പെടുവിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്യണം. എന്തായിരുന്നു കേസ്? ഗുജറാത്തിലെ കോടതി കേസെടുത്തപ്പോൾ രവി നായർ ഹൈക്കോടതി പോയി. ഹൈക്കോടതി പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞു, ഈ കേസൊന്നും റദ്ദാക്കാൻ പറ്റില്ല. എന്തായാലും ഇത് ഗുരുതരമായ ഒരു ആരോപണമല്ലേ. 32,000 കോടി രൂപ ഇന്ത്യ സർക്കാരിൻ്റെ സ്ഥാപനമായ LIC അദാനിക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത ഈ രാജ്യത്ത് വലിയ കോലാഹലം ഉണ്ടാക്കി, വലിയ ബഹളം ഉണ്ടാക്കി. പാർലമെൻറ്റ് പോലും നടന്നില്ല. നാട്ടിൽ പ്രതിപക്ഷം പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. അത്രയും ഗുരുതരമായ കോൺസിക്വൻസ് ഉണ്ടാക്കിയ ഒരു സംഭവമായതുകൊണ്ട് ഈ വാർത്ത ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കണം. അതിനുവേണ്ടി അന്വേഷണം നടത്തണം. LIC പറഞ്ഞിട്ടുണ്ട്, LIC പറഞ്ഞതാണോ അതോ രവി നായർ പറഞ്ഞതാണോ എന്ന് ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെരിഫൈ ചെയ്യണം. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം രവി നായരെ ഫ്രീ ആയിട്ട് വിടണോ വേണ്ടയോ എന്ന് ഹൈക്കോടതി പറഞ്ഞു. ഹൈക്കോടതി പറഞ്ഞതിനെ തുടർന്ന് അവിടുത്തെ ഗുജറാത്തിലെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ വാറണ്ടുമായിട്ടാണ് ഗുജറാത്ത് പോലീസ് പാലക്കാട് വന്നത്. ഗുജറാത്ത് പോലീസ് ഡൽഹിക്ക് പോയത്. എടുത്തുകൊണ്ട് പോയിട്ടുണ്ടല്ല, പരിശോധിക്കും. ഈ കുറേ കാലം മുമ്പ് വരെ നമ്മൾ നോക്കുന്നത് മോദിക്കെതിരെ എന്തും പറയാം, പറയുന്നതൊക്കെ മോദി കേട്ടോണ്ടിരിക്കും, അങ്ങനെയാണ് എന്നായിരുന്നു. അത് പതുക്കെ മാറി വരുവാണെന്ന് എനിക്ക് തോന്നുന്നു. ഇനി അങ്ങനെ പറയണ്ട, വർഷം 12 ഇല്ലാ നുണകൾ പറഞ്ഞ് ഒരു സർക്കാരിനെ, ഒരു പ്രധാനമന്ത്രിയെ അപകീർത്തിപ്പെടുത്തുന്ന ഈ പരിപാടി ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ വ്യാജം പറയുകയാണ്, നിങ്ങൾ ദുഷ്ടലാക്കോടെ കള്ളം പ്രചരിപ്പിച്ച് ആവർത്തിച്ച് പറഞ്ഞ് അത് സത്യമാണെന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുകയാണ്. പിന്നീട് സർക്കാർ പറയുന്നത് വിശ്വസിക്കത്തില്ല. അങ്ങനെയൊന്നുമല്ല, സർക്കാർ പറയുന്നതൊന്നും ശരിയല്ല, ഇവർ പറയുന്നതാണ് ശരി എന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് മലയാളി മാധ്യമപ്രവർത്തകർ. മലയാളി മാധ്യമപ്രവർത്തകരുടെ തന്ത്രം നിങ്ങൾക്കറിയണം. ഇപ്പോൾ കേരളത്തിലെ മീഡിയ എന്തു പറഞ്ഞാലും ഒന്നും സംഭവിക്കത്തില്ല, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ മാധ്യമങ്ങൾ മോദിക്കെതിരെ വാർത്ത കൊടുക്കുമ്പോൾ കളിയാക്കുന്ന BJPക്കാരെ ഞാൻ കാണുന്നുണ്ട്. ഇവന്മാരൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? സത്യത്തിൽ ഇവന്മാരല്ല സാർ, നിങ്ങളാണ് മണ്ടന്മാർ. ഇതൊരു വലിയ ഓപ്പറേഷനാണ്. കേരളത്തിലെ മാധ്യമങ്ങളിൽ ഇങ്ങനെ വാർത്ത വരും, ശരിയാണ്. കേരളത്തിലെ പാവയ്ക്ക പോലെ ഇന്ത്യയുടെ ഏറ്റവും താഴെ കിടക്കുന്ന കേരളത്തിലെ ആളുകൾ വോട്ട് ചെയ്തിട്ടാണോ മോദി ഭരിക്കുന്നത്? അല്ല. ഇവിടുത്തെ മാധ്യമങ്ങൾ സഹായിച്ചിട്ടുമല്ല. പക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങളുടെ തന്ത്രം എന്താണെന്ന് പറയുക, ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളോട് ചേർന്നിട്ട് ഒരു വാർത്ത അങ്ങ് പ്ലാൻ ചെയ്യും, സംഘടിതമായി വാർത്ത കൊടുക്കും. എന്നിട്ട് ഇവിടെയുള്ള ഒരു MPയെ കൊണ്ട് ഇത് പാർലമെൻറ്റിൽ പറയിപ്പിക്കും. പാർലമെൻറ്റിൽ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അത് നാഷണൽ മീഡിയ ശ്രദ്ധിക്കും. അപ്പോൾ ഇതൊരു പ്ലാനാണ്. ഒരു സ്റ്റോറി കുക്ക് ചെയ്യും, എന്നിട്ടത് ഇവിടുത്തെ മാധ്യമങ്ങൾ കൊടുക്കും. എന്നിട്ട് ഏതെങ്കിലും ഒരു MPയെ വിളിച്ചിട്ട് പ്രേമേന്ദ്ര അല്ലെങ്കിൽ റഹീമെ അല്ലെങ്കിൽ വിട്ടാസെ ഇങ്ങനൊരു സംഭവം ഉണ്ട് കേട്ടോ, ഇതൊന്നും കൊള്ളല്ലോ, നമുക്ക് പാർലമെൻറ്റിൽ പറയാം, തകർക്ക് എന്തും പറഞ്ഞു വിടും. എന്നിട്ട് പോയി പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അവരുടെ ചില ചിങ്കിടികളെ വിളിച്ചിട്ട് അവിടെ നിന്ന് ഈ വാർത്ത കൊടുപ്പിക്കും. എന്നിട്ട് അവിടെയും മലയാളി മാധ്യമപ്രവർത്തകരുടെ പങ്കുണ്ട്. പാർലമെൻറ്റിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പാർലമെൻറ്റിൽ വെച്ച് മലയാളി മാധ്യമപ്രവർത്തകർ എല്ലാം കൂടെ ആ കേരള MPയുടെ മുന്നിലോട്ട് മൈക്കും കൊണ്ട് ഓടിച്ചെല്ലും. അപ്പോൾ ഹിന്ദിക്കാർ നോക്കുമ്പോൾ എന്തോ ഒരു സാധനം ഇവർ പറയുന്നുണ്ടല്ലോ, എന്താണെന്നറിയാൻ പറ്റില്ല, എന്നാൽ പിന്നെ നമ്മുടെ മൈക്കും വെച്ചേക്കാൻ നോക്കും. അങ്ങനെയാണ് ഈ വാർത്തകൾ നാഷണൽ മീഡിയയ്ക്ക് കവർ ചെയ്യേണ്ടി വരുന്നത്. ഇതിൻ്റെ ഓപ്പറേഷൻസ് കേരളത്തിലാണ്, ഇതിൻ്റെ ഓപ്പറേഷൻസ് നടത്തുന്നത് മലയാളികളാണ്, മലയാളി മാധ്യമപ്രവർത്തകരാണ്. ഇവരെ ആരും തൊടില്ല എന്നൊരു ധൈര്യം ഇവർക്കുണ്ട്. മാധ്യമപ്രവർത്തനം തന്നെയാണ് ഞാനും ചെയ്യുന്നത്. പക്ഷേ ഈ പണി മാധ്യമപ്രവർത്തനമല്ല, മാമാപ്രവർത്തനം എന്ന് പറയും ഇവർ ചെയ്യുന്ന പരിപാടി. അത് കൃത്യമായ അജണ്ട വെച്ച് രാജ്യം ഭരിക്കുന്ന സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ എന്തു കള്ളവും പറയുക എന്നുള്ള പരിപാടി മാധ്യമപ്രവർത്തനമല്ല. അതുകൊണ്ടാണ് സർ നിങ്ങളെയൊക്കെ ജനം മാപ്ര എന്ന് വിളിക്കുന്നത്.
ഇത് തിരിച്ചറിയണം. ഒടുവിൽ ജനം കൈവെക്കുന്നൊരു കാലം വരുമെന്ന് ചില ആളുകൾ പറയാറുണ്ട്. സഹികെട്ട് പച്ചക്കള്ളം പറയുന്നൊരു പരിധിയില്ലേ? ഏതായാലും സർക്കാർ ഒന്നും ചെയ്തില്ലെങ്കിലും ഹൈക്കോടതി പറഞ്ഞു അന്വേഷിച്ച് കാര്യം കണ്ടുപിടിച്ചിട്ട് വന്നാൽ മതിയെന്ന്. അപ്പോൾ രവി നായരുടെ കാര്യത്തിൽ ഏതാണ്ട് കാര്യങ്ങൾ തീരുമാനമാകുന്ന തരത്തിലേക്കാണ് പോകുന്നത്. ഗുജറാത്ത് പോലീസ് രവി നായരെ തേടി വന്നെങ്കിൽ ഈ ഒരു നെക്സസിൻ്റെ ഭാഗമായി ഇങ്ങനെ വ്യാജ വാർത്ത ഉണ്ടാക്കി പ്ലാന്റ് ചെയ്ത് വാഷിങ്ടൺ പോസ്റ്റിൽ എഴുതിയാൽ അവിടെ നിന്നല്ലേ വാർത്ത വന്നത്, ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നൊന്നും കരുതാൻ പറ്റില്ല. നിങ്ങൾ ഇന്ത്യൻ പൗരനാണെങ്കിൽ, ഇന്ത്യയിലാണ് ജീവിക്കുന്നതെങ്കിൽ സമാധാനം പറയേണ്ടി വരും. മാപ്രകൾക്ക് ഇത് ആവശ്യമായിരുന്നു. നല്ല മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളുകൾ ഇതിനെയൊക്കെ പുച്ഛിക്കുന്നുണ്ട്, തള്ളിപ്പറയുന്നുണ്ട്. മാധ്യമ പ്രവർത്തനം ഇങ്ങനെ അധപ്പതിക്കുന്നത് കണ്ട് വ്യസനിക്കുന്നുണ്ട്. ഏതായാലും രവി നായരെ തേടി ഗുജറാത്ത് പോലീസ് വന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞിട്ടില്ല ഇതുവരെ. നെഞ്ചത്തടിച്ച് കരയേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ലേശം പേടിയുണ്ടെന്ന് തോന്നുന്നു. താടിയുള്ള അപ്പൂപ്പനെ കാണുമ്പോൾ പേടി വരേണ്ടതാണ്. പേടി വന്നോളും. പ്രിയമുള്ളവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. നമ്മുടെ കൂടെ സഞ്ചരിക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.